ക്ലാസ്സിനോട് ചേർന്നൊരു പോസ്റ്റ് ഇപ്പോൾ അത് ഭയങ്കര അപകടകരമായിരുന്നു. ചരിഞ്ഞ് നിൽക്കുകയാണ്. നമ്മൾ ഇതിനുമുമ്പ് നമ്മൾ കേട്ടിരുന്ന ഒരുപാട് അപകടങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇത് മാറ്റാൻ വേണ്ടി അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ക്ലാസ്സിനോട് ചേർന്നാണ് ഈ പോസ്റ്റ് നിൽക്കുന്നത്. ഇപ്പം നല്ല കാറ്റുള്ള കാലാവസ്ഥയാണ്. ഇതുവഴി മറിഞ്ഞു വീണാൽ ഭയങ്കര അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അപകടാവസ്ഥയിൽ ഇലക്ട്രിക് പോസ്റ്റ്. ഇലക്ട്രിക് പോസ്റ്റിനെ താങ്ങി നിർത്തുന്ന സ്റ്റേ കമ്പി വാട്ടർ ടാങ്കിൽ കെട്ടിയ നിലയിലാണ്. സ്കൂൾ അധികൃതർ KSEBക്ക് പരാതി നൽകിയിട്ട് 8 മാസം പിന്നിട്ടു. പണം അടയ്ക്കുകയാണെങ്കിൽ മാറ്റാം എന്നുള്ള വിശദീകരണമായി KSEB അഞ്ചൽ ഈസ്റ്റ് സർക്കാർ VHSS ആൻഡ് HSS ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSE കുട്ടികൾ പഠിക്കുന്ന കെട്ടിടത്തിനോട് ചേർന്നാണ് അപകടാവസ്ഥയിൽ ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നത്. ഇതിന്റെ അടിയിൽ കൂടിയാണ് കുട്ടികൾ ക്ലാസുകളിലേക്ക് പോകുന്നതും വരുന്നതും. പലതവണ പരാതി നൽകിയിട്ട് നടപടി കൈക്കൊണ്ടില്ല. KSEB ഉദ്യോഗസ്ഥരെ സ്കൂൾ അധികൃതർ ബന്ധപ്പെട്ടപ്പോൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പണമടച്ചാൽ മാത്രമേ പോസ്റ്റ് സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും മാറ്റാൻ കഴിയുകയുള്ളൂ എന്നുള്ള വിശദീകരണമാണ് KSEB നൽകുന്നതെന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ പറയുന്നു. അധ്യയന വർഷം ആരംഭിച്ച സമയത്ത് സ്കൂൾ ജാഗ്രതാ സമിതി കൂടി അങ്ങനെ ഈ ഒരു പോസ്റ്റ് അപകടാവസ്ഥയിലാണെന്നുള്ള കണ്ടെത്തിയതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ അന്ന് റിക്വസ്റ്റ് കൊടുത്തിരുന്നു. അപ്പോൾ അന്ന് ഇവര് പോസ്റ്റുമായിട്ട് ഞാൻ കുറച്ച് നാളേ ആയിട്ടുള്ളൂ വന്നിട്ട്, അപ്പം പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവര് കേബിൾ മാറ്റിയിടുകയൊക്കെ ചെയ്തു. എന്നിട്ട് അന്ന് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു ഇനിയിപ്പം വൈകുന്നേരമായി, ഞങ്ങൾ അടുത്ത ദിവസം വന്ന് പോസ്റ്റ് മാറ്റി തരാം എന്നും പറഞ്ഞാണ് ഇവിടെ നിന്ന് പോകുന്നത്. പിന്നെ ഇത്രയും നാളായിട്ട് അവർക്ക് അവർ ഇതുവരെ വന്ന് പോസ്റ്റ് മാറ്റി തന്നിട്ടില്ല. അപ്പോൾ ഇതിന്റെ ആവശ്യ പ്രകാരം നമ്മൾ MLA വഴിയും MLAക്ക് റിക്വസ്റ്റ് കൊടുത്തു. അതിന് മുമ്പായിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് KSEBക്ക് തന്നെ റിക്വസ്റ്റ് കൊടുത്തിരുന്നു. അങ്ങനെ MLAക്ക് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു. MLA എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് റിക്വസ്റ്റ് കൊടുത്തു. പക്ഷേ പിന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന മറുപടി എസ്റ്റിമേറ്റ് എത്ര എമൗണ്ട് ആണ് നിങ്ങൾ പേ ചെയ്യാൻ വില്ലിംഗ് ആണോ എന്നാണ് ആവശ്യപ്പെടുന്നത്. ഇതൊരു സർക്കാർ സ്കൂളാണ്, നമുക്ക് ഫണ്ട് ലിമിറ്റഡ് ആണ്. ഇവർ പറയുന്ന ഈ എമൗണ്ട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. എമൗണ്ട് കൊടുക്കാൻ നമുക്ക് പറ്റുമായിരുന്നുവെങ്കിൽ നമ്മൾ ഇതുപോലെ റിക്വസ്റ്റിന് വേണ്ടി പുറകെ നടക്കത്തില്ല. അങ്ങനെ ഇപ്പൊ MLAക്ക് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു. MLA ഓഫീസിൽ നിന്ന് അവർക്ക് മറുപടി കൊടുത്തിട്ടും മാസം 1-2 മാസമൊക്കെ ആയി. അപ്പോൾ ഇതുവരെ ആയിട്ടും അതിനൊരു മാറ്റമില്ല. അവർ പറയുന്നത് ആ പോസ്റ്റ് അപകടാവസ്ഥയിലല്ല എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു ന്യായം. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം പോസ്റ്റ് ചെരിഞ്ഞാണ് നിൽക്കുന്നത്. ആ ഒരു സ്റ്റേ വയർ തന്നെ വാട്ടർ ടാങ്കിലേക്കാണ് വലിച്ചു കെട്ടിയിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ അറിയാം അത് എത്രത്തോളം സ്കൂൾ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പെട്ടെന്ന് നമുക്കൊരു വണ്ടി ഇറക്കാനോ ഒന്നും തന്നെ, ഒരു എമർജൻസി കണ്ടീഷനിൽ വണ്ടി ഇറക്കാനോ ഒന്നും തന്നെ നമുക്ക് സാധിക്കത്തില്ല. അപ്പൊ ഈ ഒരു ഇങ്ങനെയുള്ള സാഹചര്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പരാതി കൊടുത്തത്. ഇതുവരെ അതിന് നമുക്കൊരു മറുപടി കിട്ടിയിട്ടില്ല. തങ്ങൾ ഭയന്നാണ് ഇതിനടിയിൽ കൂടി പോകുന്നതെന്നും അടിയന്തരമായി പോസ്റ്റ് മാറ്റി സ്ഥാപിക്കണമെന്നും കുട്ടികളും ആവശ്യപ്പെടുന്നു. സംഭവത്തിൽ പ്രതിഷേധവുമായി CPI AIYF പ്രവർത്തകർ KSEB ഓഫീസിലെത്തുകയും KSEB ഈസ്റ്റ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിക്കുകയും ചെയ്തു. എന്നാൽ KSEB അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പിന്മേൽ ഉപരോധ സമരം അവസാനിപ്പിച്ചു. പോസ്റ്റ് മാറ്റാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനീഷ് കുമാർ പറഞ്ഞു. റിപ്പോർട്ടർ സജി, അഞ്ചൽ. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും ഒരു സുവർണാദരവ്. അക്ഷരങ്ങളുടെ ലോകത്ത് ചരിത്രം കുറിക്കാൻ ഇൻഡിവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാരങ്ങൾ. മലയാള സാഹിത്യ മേഖലയിലെ ഏറ്റവും ഉയർന്ന സമ്മാന തുകയായ 5,01,000 രൂപയുടെ ഭാഷാ കേസരി പുരസ്കാരവും ഏറ്റവും മികച്ച കൃതിക്കുള്ള 5,01,000 രൂപയുടെ എഴുത്തമ്മ പുരസ്കാരവും സമർപ്പിക്കപ്പെടുന്നതിനോടൊപ്പം സാഹിത്യത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ മികവ് പുലർത്തിയ 25 പേർക്കും പുരസ്കാരങ്ങൾ നൽകുന്നു. 2026 ഫെബ്രുവരി 25 വൈകുന്നേരം 6:30 മുതൽ പുനലൂർ വാളക്കോട് ഏരീസ് കോംപ്ലക്സിൽ വെച്ച് നടക്കുന്ന ഈ സാഹിത്യ സാംസ്കാരിക മാമാങ്കത്തിൽ സാമൂഹിക സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ഒത്തുചേരുന്നു. ഭാഷാ സ്നേഹികൾക്ക് ഇതൊരു അഭിമാന നിമിഷം. ഇൻഡിവുഡ് ഭാഷാ സാഹിത്യ പുരസ്കാര സമർപ്പണം. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന സാഹിത്യ മേഖലയിലെ പ്രതിഭകൾക്ക് സ്വാഗതം.